വിളയിൽ ശ്രീ വേണുഗോപാൽ ഇവിടെ ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അവർ അന്വേഷണം ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കണം. അവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിജിലൻസ് ആസ്ഥാനത്ത്. അതിനുശേഷം 9 പ്രതികൾ 10 പ്രതികൾ മൊത്തം 10 പ്രതികളെ ഇതുമായി ബന്ധപ്പെട്ട് അവരെ പ്രതി ചേർത്തിട്ടുണ്ട്. നമുക്കറിയാം ഇന്നലത്തെ കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ അസാധാരണമായ കോടതി വിധി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രത്തോളം കോടതിക്കും ഞെട്ടലുണ്ടാക്കിയ തരത്തിലുള്ള തെളിവുകളാണ്. എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അത്ഭുതം കൂറുന്നുണ്ട് കോടതി വിഷയവുമായൊക്കെ ബന്ധപ്പെട്ട്. ഒരുപക്ഷെ നമ്മൾ കേട്ടിടത്തോളം ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി ഇതിനു മുൻപും സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ജനം മൂക്കത്ത് വിരൽ വെക്കുന്ന തരത്തിലുള്ള കടത്തലുകൾ, അതും ഉദ്യോഗസ്ഥരുടെ ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ദേവസ്വം പ്രതിനിധികളായുള്ള ആളുകളുടെയൊക്കെ അറിവോടെ നടന്നു. എന്നിട്ടും ഇപ്പോൾ നടക്കുന്ന ഒരു ഡിഫൻസ് അതെന്ത് വേണം മനസ്സിലാക്കാൻ കൃത്യമായി തന്നെ ഗൂഢാലോചനയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട പങ്കാളിത്തം വഹിച്ചവരിലേക്ക് അന്വേഷണം പോകുമെന്ന് അല്ലെങ്കിൽ അവർ പ്രതികളാകുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല എന്ന് മാത്രമല്ല, കുറേ ഈയാമ്പാറ്റകൾ ഇതിൻ്റെ പ്രതിക്കൂട്ടിൽ വരികയും അവർ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളത് സംശയമില്ല. കാരണം ഹൈക്കോടതിയാണ് ഇടപെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിസ്സാരമായിട്ട് പോവില്ല. ഇതിൽ കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം, പിന്നെ ഇതിനകത്ത് ചെമ്പാണെന്നും സ്വർണം ചെമ്പാണെന്നും ചെമ്പ് സ്വർണ്ണമാണെന്നും ഒക്കെ എഴുതി കൊടുത്ത കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്. AO എന്നും അവിടുത്തെ കമ്മീഷണർമാരെന്നും ഒക്കെ പറഞ്ഞ് ഇരിക്കുന്ന കുറേ പേരുണ്ട്. അവർക്കും ഇതിൽ ചിലപ്പോൾ പങ്ക് വന്നേക്കാം. ബാക്കി അതിൻ്റെ മുകളിലോട്ട് പോവില്ല. ഒന്നാമത്തെ കാര്യം, പോകാതിരിക്കാൻ ദേവസ്വം ബോർഡിൻ്റെ ബോർഡ് മീറ്റിങ്ങിൽ അങ്ങനെ ഒരു തീരുമാനമേ എടുത്തിട്ടില്ല എന്നുള്ളത് വിജിലൻസ് ഹൈക്കോടതിയിൽ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ മെമ്പറും അതിൻ്റെ മുകളിലോട്ടുള്ളവരും എല്ലാം ക്ലീനായി കഴിഞ്ഞു. അപ്പോൾ ഇനി താഴോട്ടുള്ളതിൽ ഇത് ചുമന്നുകൊണ്ട് പോയ ആൾ, ഇത് അഴിച്ചു കൊടുത്തയാൾ, ഇങ്ങനെയായിരിക്കും ഇത് പോകുന്നത്. ഇതൊന്നും ഫലപ്രാപ്തിയിലെത്തുകയില്ല. സുപ്രീം കോടതി നേരിട്ട് നടത്തിയാൽ പോലും ഇത് ഫലപ്രാപ്തിയിലെത്തില്ല. കാരണം ഇതിനകത്ത് കോടതിക്ക് ഒരു പരിധിയുണ്ട്. കോടതിക്ക് ഇപ്പോൾ KT ശങ്കരൻ ജസ്റ്റിസിനെ വിട്ടു, അത് പരിശോധിക്കാനായിട്ട് വിട്ടു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇൻവെസ്റ്റിഗേഷന് ഡയറക്റ്റായിട്ട് ഹൈക്കോടതിക്ക് വരാൻ കഴിയില്ല. അപ്പോൾ അത് SITക്ക് തന്നെ ആയിരിക്കും ഏൽപ്പിക്കുക. അപ്പോൾ SITയുടെ അന്വേഷണത്തിൽ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം അവർക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. അതിൽ അവർ രേഖകളാണ് നോക്കുക, തെളിവുകൾ എന്ന് പറഞ്ഞ് രേഖകളാണ് എടുക്കുക. ആ രേഖകൾക്കപ്പുറം അവർ പോകാൻ സാധ്യതയില്ല. രേഖകൾക്കപ്പുറം പോകണമെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. അതായത് ഇതിൻ്റെ പണം പോയ നാൾ വഴികൾ മൊത്തം സഞ്ചരിച്ച് എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്, ആരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളത് വരെയുള്ള ഒരു ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അതിന് ഈ SITക്ക് കഴിയുമോ എന്നുള്ളത് സംശയമാണ്. അതിൻ്റെ ADGP വളരെ മാന്യനായ വ്യക്തിയാണെന്ന് എനിക്കറിയാം. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല. അവരുടെയും കൈകൾ പലതും ബന്ധനസ്ഥനാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിൽ പോലും അവർക്കും ഒരുപാട് ലിമിറ്റേഷൻസ് ഇതിനകത്ത് വരാനാണ് സാധ്യത. ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ നൽകിയ പ്രാഥമികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്ര ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആ പരാമർശങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ കോടതിക്ക് നേരിട്ട് പോയി കണ്ടെത്താൻ പറ്റില്ല. ഈ അന്വേഷണ വഴികളിൽ തെളിയുന്ന കാര്യങ്ങൾ അത് വളരെ കൃത്യമായി തന്നെ എല്ലാവരിലേക്കും എത്തുക എന്നുള്ളതാണ്. വിജിലൻസ് അങ്ങനെ ഇപ്പൊ ചാടിക്കറി കൊടുത്തത് തന്നെ എന്തുകൊണ്ടാണ്? അപ്പോൾ അത് ഒരു അയൺ കർട്ടൻ അവിടെ ഇട്ടിരിക്കുകയാണ്. അതായത് ഉദ്യോഗസ്ഥന്മാരിലേക്ക് മാത്രം നിൽക്കുന്നതും ദേവസ്വം ബോർഡിലെ മെമ്പർ, പ്രസിഡന്റ് മുതൽ മുകളിലോട്ടുള്ളവരുടെ ഭാഗത്തേക്ക് ഒന്നും വേണ്ട എന്നുള്ള വിധത്തിലേക്ക് ഒരു അയൺ കർട്ടൻ അവിടെ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൽ എന്ത് അന്വേഷണമാണ് പോകാനുള്ളത്? ഒരു കാര്യം ഞാൻ പറയാം, സർക്കാർ ഈ പരിപാടി വെച്ച് അവസാനിപ്പിക്കേണ്ടതാണ്. കാരണം സർക്കാരിന് ഇപ്പോൾ ആധുനിക മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ സർക്കാർ എന്ന് പറയുന്നത് ട്രഷറി, പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ്, പിന്നെ പോലീസ്, ഇന്ത്യ ഗവൺമെൻറ് ആണെങ്കിൽ പട്ടാളം, ഇങ്ങനെയൊക്കെയുള്ള വളരെ ലിമിറ്റഡ് ആയിട്ട് കാര്യങ്ങളിലേക്ക് പോയിട്ട് ബാക്കി മുഴുവൻ പൊതുമേഖലാ മറ്റ് സെക്ടറുകളിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സർക്കാർ നടത്തുന്നത് എല്ലാ കാര്യങ്ങളും നമ്മുടെ സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്ന അവസ്ഥ വരുന്നത് കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. ഇത് ഒരിക്കലും ഒന്നാമത്തെ കാര്യം, ഇതിൽ ഈ ആരാധനയെ സംബന്ധിച്ചുള്ളത്, ആചാരങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും സർക്കാർ നടത്തിയാൽ ശരിയാവില്ല. ചായ ഉണ്ടാക്കാൻ പറ്റുന്നില്ല സർക്കാരിന്. KTDC ഹോട്ടലിൽ നിന്നൊരു ചായ കുടിക്കുന്നതും തട്ടുകടയിൽ നിന്നൊരു ചായ കുടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറയില്ലേ? വിലയിലും വ്യത്യാസം, ക്വാളിറ്റിയിലും വ്യത്യാസം. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ സർക്കാരിൽ അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഇതൊക്കെ സ്റ്റോക്ക് എടുക്കുക, സ്റ്റോക്ക് വയ്ക്കുക, എന്നിട്ട് അളവെടുക്കുക, അളവനുസരിച്ച് ഒഴിക്കുക, കൊടുക്കുക, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഈ പ്രശ്നങ്ങൾ ഈ ദേവസ്വം ബോർഡിനുമുണ്ട്. ദേവസ്വം ബോർഡിൽ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് 44 കിലോ സ്വർണ്ണം. അത് വിജയ് മല്യ കൊടുത്ത ആ റെക്കോർഡ് ഉള്ളതുകൊണ്ടാണ്. അവിടെ 440 കിലോയും അല്ല, 4000 കിലോയും അല്ല, അതിലധികം സ്വർണം
ഈ കാലഘട്ടങ്ങളിലൊക്കെ വന്നത് അത് എവിടെയുണ്ട്, ഏത് റെക്കോർഡിലുണ്ട്? വന്നു പോയിട്ടുണ്ട്. കാരണം അവിടെ വരുന്ന ഭക്തൻ 8 പിടി 10 പിടിയുള്ള മാല സ്വാമിയെ ശരണയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് എറിഞ്ഞു കൊടുക്കുകയാണ് വിഗ്രഹത്തിന്റെ നേരെ. മോതിരം എടുത്ത് എറിഞ്ഞു കൊടുക്കുകയാണ്, രത്നങ്ങൾ ഇഷ്ടം പോലെ എടുത്ത് എറിഞ്ഞാണ്, സ്വർണ്ണ കിഴി കെട്ടി എറിയുകയാണ്. ഇതൊക്കെ എവിടെ പോയി? ഇതൊക്കെ ഏത് റെക്കോർഡിലുണ്ട്? ഈ ആരുടെ കയ്യിലാണ് ഇതിരിക്കുന്നത്? അപ്പൊ നമ്മളിപ്പോ 44 കിലോയിൽ നിന്നാണ് കളിക്കുന്നത്. അത് കാരണം എന്തുകൊണ്ടാണ്? വിജയ് മല്യ എന്ന് പറഞ്ഞ ഒരാള് ഇതിങ്ങനെ പതിക്കുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് കൊടുത്തത് കൊണ്ട് ആ ഒരു റെക്കോർഡ് അവിടെ ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതുപോലും കാണില്ല. വിജയ് മല്യ കോയിനായിട്ട് അവിടെ ഇട്ടെങ്കിൽ അതും ഇപ്പം സ്വാഹായനെ. അത് മാത്രമല്ല, ഇപ്പോൾ ഈ പുറത്തു വരുന്നത് ഈ നമ്മളിപ്പോൾ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണെങ്കിൽ പോലും കേരളത്തിലെ മറ്റ് നിരവധി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കൊള്ളകൾ, അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. മാധ്യമങ്ങളിലേക്ക് അന്വേഷണത്തിൽ ഭക്തരുടെയൊക്കെ പരാതി പല സ്ഥലങ്ങളിലും പൊങ്ങി വരികയാണ്. അങ്ങനെ കുത്തഴിഞ്ഞ ഒരു സംവിധാനമായി മൊത്തത്തിൽ ഇത് മാറി എന്നുള്ളതാണല്ലോ. കുത്തഴിഞ്ഞ സംവിധാനം സർക്കാരിലാണെങ്കിൽ കുത്തഴിഞ്ഞ സംവിധാനം ആവുമല്ലോ. നമ്മുടെ സർക്കാരിൽ എങ്ങനെയാണ്? സർക്കാരിലെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു കോൺട്രാക്ടർ ഏൽപ്പിക്കല്ലേ ഇന്ന്. ഇപ്പോൾ PWD പോലും ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നല്ലോ. പാലം ഉണ്ടാക്കുന്നതും റോഡ് ഉണ്ടാക്കുന്നതും എല്ലാം കോൺട്രാക്ടറാണ്. അപ്പോൾ കോൺട്രാക്ടർക്കും ഉദ്യോഗസ്ഥനും രാഷ്ട്രീയ നേതൃത്വത്തിനും ഇടയിൽ നടക്കുന്ന ട്രാൻസാക്ഷനുകൾ എന്തൊക്കെയാണ്? ഇതിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആരാണ് പിടിക്കപ്പെടുന്നത്? എഞ്ചിനീയർ, PWD എഞ്ചിനീയറാണ് പിടിക്കപ്പെടുന്നത്. കാരണം എന്താ പറയുക, അയാളാണ് ഇത് ഒപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ രേഖ അയാളുടെ പേരിലേ ഉള്ളൂ, അത് മുകളിലോട്ട് പോകില്ല. ഇത് റെക്കമെൻഡ് ചെയ്യാനായിട്ട് ചിലപ്പോൾ വന്ന MLA ഇത് ഇങ്ങനെ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ മന്ത്രിയോ ഒന്നും അതിനകത്ത് ഒരിക്കലും വരികയില്ല. കാരണം ഫോൺ വിളിച്ചായിരിക്കും പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ മുഖത്തോട് മുഖം നോക്കി നേരിട്ട് രഹസ്യമായിട്ടായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അതൊന്നും റെക്കോർഡിലില്ല. ADGP അല്ല, സാക്ഷാൽ DGP അന്വേഷിച്ചാലും ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും രംഗത്ത് വരികയില്ല, വെളിച്ചത്ത് വരികയില്ല. പാവപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഇതിനൊപ്പം ഒത്തുനിന്ന് കളിക്കുന്ന കുറേ ഉദ്യോഗസ്ഥന്മാർ, അവർ നല്ല എല്ലാം പഠിച്ചവർ തന്നെയാണ്. എല്ലാ വിഷവും അവരുടെ ഉള്ളിൽ ഉണ്ടാവാം. പക്ഷേ അത്തരത്തിലുള്ള കുറേ ഉദ്യോഗസ്ഥന്മാർ സർക്കാരിലുണ്ട്, പൊതുമേഖലാ സ്ഥാപനത്തിലുണ്ട്, ദേവസ്വം ബോർഡിലുമുണ്ട്. ഇതിൽ നല്ലവർ ഒത്തിരി പേരുണ്ട്. പക്ഷേ അവരെയൊക്കെ മാറ്റി, സർക്കാരിൽ ചെയ്യുന്ന പോലെ തന്നെ നല്ല ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തും. കുഴപ്പക്കാരനായവനെ അവൻ മിടുക്കനാണെന്നും പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. എന്തെങ്കിലും കൂടുതൽ മിടുക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മിക്കവാറും ട്രാൻസ്ഫർ ആയിരിക്കും, സസ്പെൻഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കൊള്ളാത്തൊരു വകുപ്പിലേക്ക് പോസ്റ്റ് ചെയ്യും. അവിടെ പോസ്റ്റ് ചെയ്യുന്നതിന് കോടതി വിധി വാങ്ങിച്ചുകൊണ്ട് വരുമ്പം അതിനേക്കാൾ മോശമായ സ്ഥലത്തേക്ക് പോസ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് നടക്കുന്നത് സർക്കാരിൽ തന്നെ. സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത് ഇതാണ്, വകുപ്പുകളിൽ നടക്കുന്നത് ഇതാണ്. പിന്നെ ദേവസ്വം ബോർഡിൽ ഒരു ഓട്ടോണമസ് ബോഡി എന്നാണ് പറയുന്നത്. ഓട്ടോണമസ് ബോഡി എന്ന് പേര് മാത്രമേ ഉള്ളൂ. ഇത് ഒരു ഓട്ടോണമസി ഇല്ല. അതെല്ലാം ഓരോരുത്തരുടെ കൈകളിൽ നിക്ഷിപ്തമായി നിൽക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ ആലോചിക്കേണ്ടതാണിത്. മന്നത്ത് പത്മനാഭൻ ഇരുന്ന കസേരയാണ്, ആർ ശങ്കർ ഇരുന്ന കസേരയിലാണ് ഇവരൊക്കെ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾക്കായിട്ട് സ്വന്തം ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച ഹിന്ദു നേതാക്കളൊക്കെ ഇരുന്ന സ്ഥലത്താണ് ഇവരൊക്കെ ഇരിക്കുന്നത്. അവരൊക്കെ പൂർണ്ണമായി, അന്ന് ദേവസ്വം ബോർഡ് പോലും ഇല്ല. 1949 ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും കൂടെ ചേർന്നാണ് ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചത്. എന്നിട്ട് അവരാണ് ഇതിന് രൂപം കൊടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ഇത് തിരുവിതാംകൂർ കൊച്ചിൻ ദേവസ്വത്തിൻ്റെ കയ്യിൽ, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വന്നത്, തിരുക്കൊച്ചി ഏകീകരണത്തോടു കൂടി. അത് കഴിഞ്ഞ് 57 കേരള സർക്കാർ ഉണ്ടായപ്പോഴാണ് ഇത് മുഴുവൻ സർക്കാരിൻ്റെ കൈവശം വന്നത്. ആ സർക്കാരിൻ്റെ കൈവശം വന്ന് പൂർണ്ണമായി ഇങ്ങനെ ആയതോടു കൂടിയാണ് അവിടെ ഭക്തർക്ക് സ്ഥാനമില്ല, ഭക്തിയുള്ളവർക്ക് ദേവസ്വം ബോർഡിൽ സ്ഥാനമില്ലാതായി. വിഭക്തിയുള്ളവരാണ് അവിടെ ഇരിക്കുന്നത്. വിഭക്തിയുള്ളവർ ഇരിക്കുമ്പോൾ അവർക്ക് ഇതുപോലെ എന്തും കാണിക്കാം. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡിൽ എന്ത് പരീക്ഷണം നടത്തിയാലും വിജയിക്കാത്തത്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് സർക്കാർ ചെയ്യേണ്ടത്, സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇത് ഒരു ഹിന്ദു സമൂഹത്തിൻ്റെ സ്ഥാപനമാക്കി ഇത് മാറ്റിയെടുക്കാനുള്ള നിയമ നടപടികളടക്കം, അതിൽ പഴുതുകളില്ലാതെ ആർക്കും പരാതിയില്ലാതെ ഒരു ഭരണഘടന ഉണ്ടാക്കിക്കൊണ്ട്, ഒരു നിയമാവലി ഉണ്ടാക്കിക്കൊണ്ട് ഇത് മാറ്റിക്കൊടുത്തില്ലെങ്കിൽ ഇനിയും ഈ 44 കിലോ വിജയ് മല്യയുടെ റെക്കോർഡിലുള്ളതുകൊണ്ടാണ് ഞാൻ ഉറപ്പ് പറയുന്നു, അവിടെ 400 കിലോയോ അല്ല 4000 കിലോയോ അല്ല, ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുള്ള നിരവധി കിലോ സ്വർണ്ണങ്ങൾ, പാവപ്പെട്ട ഭക്തർ കൊടുത്ത സ്വർണ്ണങ്ങൾ എവിടെ പോയി എന്ന് സുപ്രീം കോടതിയും കണ്ടുപിടിക്കില്ല, ഹൈക്കോടതിയും കണ്ടുപിടിക്കാൻ പറ്റില്ല. നേരത്തെ സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു, അത് മാറിയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക്